ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ബിന്ദുജ വിജയൻ. അപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് എന്താണ്, HSI സൂയിങ്ങിന്റെ ക്വാളിഫിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടാണെങ്കിലും അതെ, HSI ആണെങ്കിലും അതെ, നമ്മൾ സൂയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ക്വാളിഫിക്കേഷനിൽ കുറേ ഡൗട്ട്സ് ഉണ്ട്. കാരണം നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ളതാണ് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കുകയാണ്, അത് എത്ര നാളത്തെ ആവും, ചിലപ്പോൾ 3 months ആവാം, 6 months ആവാം, 1 year ആവാം, ചിലപ്പോൾ 2 years 3 years ഒക്കെ ആവാം. അപ്പോൾ ഈ കുറേ പേര് നമ്മൾ ഈ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. എന്നാൽ ഇതിൽ ആർക്കൊക്കെ നമ്മൾ ഈ ഒരു കേട്ടഡ് കാറ്റഗറി ഫോർ സൂയിങ് അതുപോലെ തന്നെ HSI എക്സാമുകൾക്ക് എഴുതാൻ സാധിക്കും എന്ന് പലർക്കും അറിയില്ല. ചിലവരിപ്പോൾ 3 months കോഴ്സൊക്കെ ആവും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ ഡൗട്ട് എന്താണ്, എനിക്ക് HSI എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ഡൗട്ട് എപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡൗട്ട്സ് ആണ്. അപ്പോൾ HSI സൂയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കാണ് ആ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, ആ ഒരു ക്വാളിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക് എന്തായിരുന്നു, HSI സൂയിങ് ആർക്കൊക്കെ എഴുതാൻ സാധിക്കും, അതായത് അതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വാളിഫിക്കേഷൻസ് പറയുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് നമ്മുടെ SSLC ആണ്. നമ്മളെല്ലാവരും SSLC കഴിഞ്ഞിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് SSLC ഉണ്ടായിരിക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ SSLC ആൻഡ് എന്താണ്, ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ നീഡിൽ വർക്ക് ആൻഡ് ഡ്രസ് മേക്കിംഗ്, അത് KGTE ഹയർ അല്ലെങ്കിൽ MGTE ഹയർ. നമ്മൾ ടെക്നിക്കൽ ബോർഡിന്റെ കോഴ്സുകളാണ് കൂടുതലായിട്ടും ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് ആയിട്ട് വരുന്നത്. അത് കൂടാണ്ട് നമ്മൾ 3 years ഡിഗ്രി അതുപോലെ 3 years ഡിപ്ലോമയും നമുക്ക് ഈ ഒരു കോഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഓരോ ക്വാളിഫിക്കേഷനും ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അപ്പോൾ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ നീഡിൽ വർക്ക് ആൻഡ് ഡ്രസ് മേക്കിംഗ്. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതെന്താണ്, സർട്ടിഫിക്കറ്റ് കോഴ്സാണ്. നമ്മൾ ഡിപ്ലോമ മാത്രമല്ല സർട്ടിഫിക്കറ്റ് കോഴ്സും, ആ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് എങ്ങനെയാണ്, നമ്മൾ ഗവൺമെന്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിച്ചവർക്കാണ് നമുക്ക് ഈ HSI പോലത്തെ എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ നീഡിൽ വർക്ക് ആൻഡ് ഡ്രസ് മേക്കിംഗ്, അത് KGTE അല്ലെങ്കിൽ MGTE ഹയർ ആയിട്ടുള്ള കോഴ്സ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് കൂടാണ്ട് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഇൻ ടൈലറിങ്ങിൽ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവരും അതും എങ്ങനെയാണ്, KGTE ഹയർ അതുപോലെ തന്നെ MGTE ഹയർ. ഈ ഒരു ടൈലറിങ്ങിലും ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ ഒരു HSI എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ഡൗട്ട് വരും, ഈ ഒരു KGTE MGTE ഈ ഒരു ടേമിംഗ് എന്ന് പറയുന്നത് മുന്നത്തെ ടേംസ് ആണ്. ഇപ്പൊ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു ടേം ആണ് FDGT. പണ്ടാണ് ഈ ഒരു കോഴ്സുകൾക്ക് KGTE അല്ലെങ്കിൽ MGTE എന്ന് പറയുന്നത്. ഇപ്പോൾ പറയുന്നത് FDGT കോഴ്സുകളാണ്. ഫാഷൻ ഡിസൈനിങ് ആൻഡ് ഗാർമെന്റ് ടെക്നോളജി, നമ്മുടെ കേരള ടെക്നിക്കൽ ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് FDGT കോഴ്സ്. 2 years കോഴ്സാണ്. അതും എന്താണ്, ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. നമ്മളിവിടെ ഒരു KGTE MGTE പറഞ്ഞ ആ സെയിം സംഭവം തന്നെയാണ്, പക്ഷെ അതിന്റെ പേരിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. FDGT എന്നാണ് പറയാറ്. ഇപ്പോൾ കൂടുതൽ പേർക്കും അതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു KGTE MGTE എന്നുള്ളത് കുറച്ച് പഴയ ടൈമിങ്സ് ആയിരുന്നു. ഇപ്പോൾ FDGT ആണ് കൂടുതലായി, FDGT ആ ഒരു ടേമാണ് ഇപ്പോൾ പറയാറുള്ളത്. നമ്മൾ 2 കോഴ്സിന്റെ കാര്യം പറഞ്ഞു, നീഡിൽ വർക്ക് ആൻഡ് ഡ്രസ് മേക്കിങ്ങിന്റെ കാര്യം അതുപോലെ ടൈലറിങ്ങിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇത് കൂടാണ്ട് എന്താണ്, ഗ്രൂപ്പ് ഡിപ്ലോമ. ഇവിടെ ഡിപ്ലോമ കോഴ്സുകളാണ് പറയുന്നത്. ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സിലുള്ള ഡിപ്ലോമ, അത് ആ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, കമ്മീഷണർ ഫോർ ഗവൺമെന്റ് എക്സാമിനേഷൻ കേരള ഗവൺമെന്റ് എക്സാമിനേഷൻസിന്റെ ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ് കഴിഞ്ഞവർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് കൂടാണ്ട് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ കട്ടിംഗ് ആൻഡ് ടൈലറിംഗ്, നാഷണൽ ട്രേഡിന്റെ സർട്ടിഫിക്കറ്റ് ആയ കട്ടിംഗ് ആൻഡ് ടൈലറിംഗിലുള്ള സർട്ടിഫിക്കറ്റ് അത് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നാഷണൽ കൗൺസിൽ ഫോർ ട്രെയിനിങ് ഇൻ വൊക്കേഷണൽ ട്രേഡ്സ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ നാഷണൽ കൗൺസിൽ ഫോർ ട്രെയിനിങ് ഇൻ വൊക്കേഷണൽ ട്രേഡ്സ് പ്രൊവൈഡ് ചെയ്യണം. ഏതാണ് കോഴ്സ്, കട്ടിംഗ് ആൻഡ് ടൈലറിംഗ് കോഴ്സ് കഴിഞ്ഞവർക്കും ഈ ഒരു HSI എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത ഡിപ്ലോമ കോഴ്സാണ് ഏത്, ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്. അത് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് ആണ്. അത് അവാർഡ് ബൈ ദി ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബോർഡിന്റെ ഏതാണ്, ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കും HSI സൂയിങ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ ഇത് കൂടാണ്ട് എന്താണ്, ഡിപ്ലോമ കോഴ്സാണ് ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ്. നമ്മളിവിടെ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്, ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്, കോഴ്സ് ഏതാണ്, ടൈലറിംഗ് ആൻഡ് എംബ്രോയിഡറി ആണ്. നേരത്തെ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് ആയിരുന്നു, ഇവിടെ ടൈലറിംഗ് ആൻഡ് എംബ്രോയിഡറി ആണ്. അത് ആരാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ബോർഡ് തന്നെയാണ് ഈ ഒരു കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിപ്ലോമ കോഴ്സുകളാണ് രണ്ടും. ഡിപ്ലോമ ഇൻ ക്രാഫ്റ്റ്സ്മാൻഷിപ്പ് ആണ്
ഒന്ന് പറയുന്നത് ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് മേക്കിംഗ് ആണ്, അടുത്തത് പറയുമ്പോൾ ടൈലറിംഗ് ആൻഡ് എംബ്രോയിഡറി ആണ്. രണ്ടും നമ്മുടെ കേരള ടെക്നിക്കൽ ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സാണ്. അപ്പോൾ ഈ രണ്ട് കോഴ്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കും നമ്മൾ HSC സൂയിങ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ഇത് കൂടാണ്ട് നമ്മുടെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് ഡ്രസ് മേക്കിങ്ങിൽ. നമ്മൾ ഡ്രസ് മേക്കിങ്ങിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ആ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നാഷണൽ കൗൺസിൽ ഫോർ ട്രെയിനിങ് ഇൻ വൊക്കേഷണൽ ട്രേഡ്സ്. ഈ ഒരു നാഷണൽ കൗൺസിൽ ഫോർ ട്രെയിനിങ് ഇൻ വൊക്കേഷണൽ ട്രേഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഡ്രസ് മേക്കിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ കാര്യം പറഞ്ഞു, ഡിപ്ലോമ കോഴ്സുകളുടെ കാര്യം പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, ഡിഗ്രി കോഴ്സുകളുടെ കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഡിഗ്രി കോഴ്സുകൾ പറയുമ്പോൾ നമുക്കറിയാം ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജിയാണ്, നമ്മൾ BFT എന്ന് പറയും. അത് MG യൂണിവേഴ്സിറ്റിയുടെയാണ്. അപ്പോൾ MG യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി കഴിഞ്ഞവർക്ക് നമുക്ക് HSC സൂയിങ്ങിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നമ്മൾ MG യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെ അടുത്ത യൂണിവേഴ്സിറ്റിയാണ് ഇത് കണ്ണൂർ യൂണിവേഴ്സിറ്റി. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സാണ് ഇത് BSc ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈൻ ടെക്നോളജി. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഈ ഒരു BSc ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈൻ ടെക്നോളജി കഴിഞ്ഞവർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. പിന്നെ അടുത്തൊരു യൂണിവേഴ്സിറ്റിയാണ് ഇത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നമ്മൾ MGയുടെ കാര്യം പറഞ്ഞു, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കാര്യം പറഞ്ഞു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ BSc കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞവർക്കും HSC സൂയിങ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി അടുത്ത കോഴ്സാണ് ഇത്. ഇനി ഡിപ്ലോമ കോഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആണ്. അത് ആ ഒരു സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, കില എന്ന് പറയും. നമ്മളെ ഡിപ്ലോമ കോഴ്സ് ഇൻ ഫാഷൻ ഡിസൈനിങ് ആണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. ഈ ഒരു കോഴ്സ് പഠിച്ചവർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇത് കൂടാണ്ട് നമ്മൾ ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് ആണ്. അതേതാണ്, ഇഗ്നോ, നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഇഗ്നോയുടെ ഈ ഒരു കോഴ്സ് ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞവർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനിയും ഉണ്ട് ക്വാളിഫിക്കേഷൻസ്. ഇനി ഏതാണ്, സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഫാഷൻ ടെക്നോളജി. അത് പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് ആണ്. SCVTയുടെ ഫാഷൻ ടെക്നോളജി കോഴ്സ് കഴിഞ്ഞവർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇത് കൂടാണ്ട് ഏതാണ്, ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി, നമ്മുടെ ഡിഗ്രി കോഴ്സാണ് ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി ഫ്രം UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റീസ്. UGC അപ്രൂവ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി കഴിഞ്ഞവർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം പുതിയ ക്വാളിഫിക്കേഷൻസ് ആണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു SCVTയുടെ ഫാഷൻ ടെക്നോളജി കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ UGC അപ്രൂവ്ഡ് ആയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബാച്ചിലർ ഓഫ് ഫാഷൻ ടെക്നോളജി കഴിഞ്ഞവർക്കും HSC സൂയിങ് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തൊരു ക്വാളിഫിക്കേഷൻ ആണ് ബാച്ചിലർ ഓഫ് കോസ്റ്റ്യൂം ഡിസൈനിങ്. അതായത് നമ്മൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ്. അതും UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റീസ്, UGC അപ്രൂവ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബാച്ചിലർ ഓഫ് കോസ്റ്റ്യൂം ഡിസൈനിങ് കംപ്ലീറ്റ് ചെയ്തവർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പിന്നെ അടുത്തൊരു ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്തെടുത്ത് പറയുന്നുണ്ട്. ഏതാണ്, 1 ഇയർ ഡിപ്ലോമയാണ്. 1 ഇയർ ഡിപ്ലോമ ഇൻ ആര് പ്രൊവൈഡ് ചെയ്യുന്നത്, അപ്പാരൽ മാനുഫാക്ചറിംഗ് ടെക്നോളജി conducted by the Apparel Training and Design Center under the Ministry of Textiles, Government of India. നമ്മുടെ 1 ഇയർ ഡിപ്ലോമ കോഴ്സ് ആണ് ഇവിടെ. അത് അപ്പാരൽ മാനുഫാക്ചറിംഗ് ടെക്നോളജി കണ്ടക്ട് ചെയ്യുന്ന അപ്പാരൽ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെന്റർ അണ്ടർ ദി മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിന്റെ അണ്ടറിൽ വരുന്ന അപ്പാരൽ മാനുഫാക്ചറിംഗ് ആൻഡ് ഡിസൈൻ സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന 1 ഇയർ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞവർക്കും നമുക്ക് HSC സൂയിങ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു. നമ്മൾ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞു ഏതാണ്, SSLC വേണം പറഞ്ഞു. പിന്നെ ബാക്കി നമ്മൾ ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ് കോഴ്സിന്റെ കാര്യം പറഞ്ഞു, ഡിപ്ലോമ കോഴ്സുകളുടെ കാര്യം പറഞ്ഞു, അതുപോലെ ഡിഗ്രി കോഴ്സുകളുടെ കാര്യം പറഞ്ഞു. ഇനി ഇതിന്റെ കൂടെ നമുക്ക് എന്ത് വേണം, നമ്മൾ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ്, നമ്മുടെ കേട്ടറ്റ് എന്ന് സാധാരണ പറയും, കേട്ടറ്റിന്റെ കാറ്റഗറി ഫോർ സൂയിങ്ങും നമ്മൾ ക്വാളിഫൈഡ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് HSC സൂയിങ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവർ എന്താണ്, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്താ, കേട്ടറ്റ് ക്വാളിഫൈഡ് ആവണം. കേട്ടറ്റ് ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് HSC എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ക്വാളിഫിക്കേഷൻസ് പറഞ്ഞു. നിങ്ങൾ പഠിച്ച കോഴ്സ് ആ ഒരു ക്വാളിഫിക്കേഷനിൽ ഏതിലേലും ഉൾപ്പെടുന്നുണ്ടോ നോക്കുക. അതുപോലെ നിങ്ങൾക്ക് കേട്ടറ്റ് ക്വാളിഫൈഡ് ആണോ നോക്കുക. ആണെങ്കിൽ നിങ്ങൾക്ക് HSC സൂയിങ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഫസ്റ്റ് ആയിട്ട് ബേസിക് ആയിട്ട് SSLC വേണം. പിന്നെ നമ്മൾ ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഡിസൈനിങ് ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സോ അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സോ ബാച്ചിലർ ഓഫ് ഡിഗ്രീസോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കേട്ടറ്റ് കാറ്റഗറി ഫോർ സൂയിങ്ങിന് അപ്ലൈ ചെയ്യാം. കേട്ടറ്റും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് HSC എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്കറിയാം പുതിയൊരു നോട്ടിഫിക്കേഷൻ HSC സൂയിങ്ങിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 561/2025 കാറ്റഗറി നമ്പർ. 6 ജില്ലകളിൽ ഒരുമിച്ചിട്ടാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യാം. അപ്പോൾ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ക്ലിയർ ആയ സ്ഥിതി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നിങ്ങൾക്ക് അറിയാലോ. HSC സൂയിങ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങളെ സഹായിക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു HSC സൂയിങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട്, ലൈവ് സെക്ഷൻസ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്, മെന്റർഷിപ്പ് ഉണ്ട്, അതുപോലെ ടെക്നിക്കൽ സപ്പോർട്ട്, റാങ്ക് ഹോൾഡേഴ്സിന്റെ സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെന്താണ്, ഒരു മെന്ററിന്റെ സപ്പോർട്ടും കൂടി നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് എങ്ങനെയാണ് ഒരു എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് A to Z എല്ലാ കാര്യങ്ങളും CC നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് കൂടാണ്ട് കേട്ടറ്റ് കാറ്റഗറി ഫോർ സൂയിങ് അതുപോലെ HSC സൂയിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഈ ഒരു വീഡിയോന്റെ താഴെ ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്